പക വീട്ടാനുള്ളതാണ്, കണക്ക് ചോദിക്കാനുള്ളതാണ് എന്ന രാഷ്ട്രീയ ലൈനുമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ നാം കണ്ടിട്ടുള്ള UDF സർക്കാരുകളുടെ കെട്ടോ മട്ടോ നയമോ സമീപനമോ അല്ല VDF സർക്കാരിനുള്ളത്. UDFിൻ്റെ മഹാവിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ നിയോഗിതനാകുന്നതിന് മുൻപേ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗം പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും UDF കോൺഗ്രസ് പ്രവർത്തകരും പോലീസിൽ നിന്ന് നേരിട്ടിട്ടുള്ള ക്രൂരതകളൊന്നും തങ്ങൾ മറന്നുപോവില്ല എന്ന് VDS സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിനൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്ക് നീതി നടപ്പാക്കി കൊടുക്കുവാനുള്ള തീരുമാനങ്ങളും VD സതീശൻ കൈക്കൊള്ളുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കുവാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പോഴത്തെ ആലപ്പുഴയുടെ MLA ആയിട്ടുള്ള AD തോമസിനെയും മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് പുതിയ സർക്കാർ ഉത്തരവിട്ടത്. പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് മാത്രമല്ല, ഇതിനായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ തലവനായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയെ നിയോഗിക്കുകയും ചെയ്തു. ഷൗക്കത്ത് അലി അന്വേഷണ സംഘത്തിൻ്റെ തലവനായപ്പോൾ തന്നെ ആ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ CPM നേതാക്കളും പ്രവർത്തകരും നിക്കറിൽ മുള്ളി എന്ന പരിഹാസവും UDF കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ ഉയർത്തുന്നുണ്ട്. ആരാണ് ഷൗക്കത്ത് അലി എന്ന് ചോദിക്കുമ്പോൾ കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളെ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് പാർട്ടി കോട്ടയായ മുടക്കോഴിമലയിൽ വലിയ റിസ്ക് എടുത്തുകൊണ്ട് കയറി അറസ്റ്റ് ചെയ്തിട്ടുള്ള അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയതും ഈ ഷൗക്കത്ത് അലിയായിരുന്നു. TP കൊലക്കേസിൽ പങ്കാളിത്തമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിരുന്ന കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി P മോഹനനെ വഴിയിൽ തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തതും ധീരനായ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പിണറായി സർക്കാർ ഭരണം നടത്തിയപ്പോൾ ഷൗക്കത്ത് അലി അധികാരത്തിൻ്റെ മൂലക്കിരുത്തപ്പെടുകയായിരുന്നു. അദ്ദേഹത്തോട് ശത്രുതാപരമായ സമീപനം CPM സ്വീകരിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത്തരത്തിൽ മുൻ സർക്കാരിൻ്റെ പീഡനം ഏറ്റുവാങ്ങിയ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണത്തിൻ്റെ ചുമതലയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിച്ചവർ അഴിയണം എന്ന കാര്യത്തിലും ഇപ്പോൾ തർക്കമില്ല. ഈ അന്വേഷണം അതിവേഗം പുരോഗമിക്കുകയാണ്. ദിവസങ്ങൾക്കകം തന്നെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുവേല ചെയ്ത അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, നിയമം കയ്യിലെടുത്ത അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ എതിരാളികളെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയും CPMന് വേണ്ടിയും തല തല്ലി പൊട്ടിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാകുമെന്നും വേണ്ടി വന്നാൽ അഴി എണ്ണിയേക്കുമെന്നുമുള്ള സൂചനകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇവിടം കൊണ്ടൊന്നും VD സതീശൻ അവസാനിപ്പിക്കുമെന്നും തോന്നുന്നില്ല. നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ നിലനിർത്തുവാൻ, കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനെ അധികാരത്തിൽ നിലനിർത്തുവാൻ CPMൻ്റെയും LDFൻ്റെയും സംഘടനാ സംവിധാനത്തിനപ്പുറം ക്രിയാത്മകമായി പ്രവർത്തനങ്ങൾ നടത്തിയതും അവർക്ക് വേണ്ടി വ്യാജ പ്രചരണങ്ങൾ നടത്തിയതും റിപ്പോർട്ടർ TV ആയിരുന്നു. റിപ്പോർട്ടർ TV എന്ന് പറയുന്നത് MV രാഘവൻ്റെ മകനായിട്ടുള്ള CPMൻ്റെ ഇപ്പോഴത്തെ മാധ്യമ ഉപദേഷ്ടാവായിട്ടുള്ള കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാർ തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ്. എന്നാൽ പിന്നീട് അതിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുകയും ഒരു ഘട്ടത്തിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ ഈ സാമ്പത്തിക ബാധ്യതകൾ തീർത്തുകൊണ്ട് നികേഷ് കുമാറിന് കോടിക്കണക്കിന് രൂപ കൈമാറിക്കൊണ്ട് ഈ സ്ഥാപനം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നിലെ ബ്രോക്കറും പിണറായി വിജയനാണെന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരമൊരു ഡീലിലേക്ക് അഗസ്റ്റിൻ സഹോദരങ്ങൾ കടന്നു വന്നത് കൃത്യമായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അവരുടെ കുറ്റകൃത്യങ്ങളിൽ നിന്നെല്ലാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPMൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ അവരെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ TV ഇവർ വാങ്ങിയതെന്നാണ് നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നത്. ഈ അഗസ്റ്റിൻ സഹോദരങ്ങൾ എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ഒന്നാം തരം തട്ടിപ്പുകാരുടെ ഒന്നാം നിരക്കാരാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. അനവധിയായിട്ടുള്ള തട്ടിപ്പുകളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് അവർ അവിഹിതമായി സമ്പാദിച്ചെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ അനവധി ക്രിമിനൽ കേസുകളും ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല കേസുകളും വിചാരണാ ഘട്ടത്തിലാണ്. ഇവയിൽ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, മലയാളികളെയും ഇന്ത്യക്കാരെയും കോടിക്കണക്കിന് രൂപ തട്ടിക്കുവാനായി ഇവർ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു മാംഗോ ഫോൺ. എന്നാൽ ഈ മാംഗോ ഫോണിൻ്റെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അഗസ്റ്റിൻ സഹോദരങ്ങളിൽ ഒരാളോ രണ്ടുപേരോ, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, നാടകീയമായി അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ബാങ്കുകളെ വ്യാജരേഖ ചമച്ച് പറ്റിച്ചതിൻ്റെ പേരിലായിരുന്നു അന്ന് അവരുടെ അറസ്റ്റ് ഉണ്ടായത്. അതുപോലെ തന്നെ മഞ്ഞളാംകുഴി അലി എന്ന ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ MLAയും UDFൻ്റെ പ്രധാന നേതാവുമായ വ്യക്തിയെ 28 കോടി രൂപ വഞ്ചിച്ച കേസിലും ഇവർ പ്രതികളാണ്.
എറണാകുളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പേരിൽ സാമ്പത്തിക കുറ്റകൃത്യം ആരോപിച്ചുകൊണ്ട് ഒരു ബാങ്ക് കേസ് കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം വലുതാണ് ഇവർ നടത്തിയ ഏറ്റവും വലിയ തട്ടിപ്പ്. അത് മുട്ടിൽ മരമുറി കേസാണ്. നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതിയും പൊതുമുതൽ കൊള്ളയടിക്കലുമാണ് മുട്ടിൽ മരമുറി കേസിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൻ്റെ പേരിൽ ചാനൽ ഉടമകളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരങ്ങൾ 60 ദിവസത്തിനകം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പിണറായി വിജയൻ്റെ പരിലാളനയിൽ ഈ കേസിൻ്റെ വിചാരണ നടപടികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനന്തമായി നീണ്ടുപോകുകയാണ്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് 41 കുറ്റപത്രങ്ങളാണ് ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 38 കേസിലും അഗസ്റ്റിൻ സഹോദരങ്ങൾ പ്രതികളാണ്. 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇത്തരത്തിൽ ഇവർ ചെയ്തിട്ടുള്ളതെന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം തന്നെയും. ഏതൊക്കെയാണെങ്കിലും സത്യസന്ധമായ ഒരു വിചാരണ നടന്നാൽ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ തെളിവുകൾ നിരത്തുവാൻ കഴിഞ്ഞാൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ അഴിയെണ്ണും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സംരക്ഷണവും ഭരണ നേതൃത്വത്തിൻ്റെ സംരക്ഷണവും ഉറപ്പാക്കുവാനായി പിണറായി വിജയനെ അധികാരത്തിൽ നിലനിർത്തുന്നത് അഗസ്റ്റിൻ സഹോദരങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണ്. അതിനാൽ തന്നെയാണ് UDF കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും UDF ഘടകകക്ഷികളായ പാർട്ടികൾക്കെതിരെയും നിരന്തരമായി ഇവർ വ്യാജ വാർത്തകൾ ചമച്ച് പുറത്തുവിട്ടിരുന്നത്. മുട്ടിൽ മരമുറി കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കുവാൻ ആ കേസിലെ സത്യസന്ധനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ബെന്നിക്കെതിരെ വ്യാജമായി പീഡന കേസ് ചമച്ചുകയും അതിൻ്റെ വാർത്ത വ്യാപകമായി പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്തുവാക്കുവാനുള്ള ശ്രമങ്ങളും റിപ്പോർട്ടർ TVയുടെ ഭാഗത്തു നിന്നും ഉടമകളായ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ മുട്ടിൽ മരമുറി കേസിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രങ്ങളുടെ വിചാരണ നടക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം VD സതീശൻ സർക്കാർ എടുത്തിട്ടുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. പിണറായി വിജയൻ്റെ കളിപ്പാവയായിരുന്ന റബ്ബർ സ്റ്റാമ്പായിരുന്ന AK ശശീന്ദ്രനായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം വനംവകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ കൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മുട്ടിൽ മരമുറി കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് മരവിപ്പിച്ച് സർക്കാർ നിർത്തിയിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനമുണ്ടാകുമെന്നും മുട്ടിൽ മരമുറി കേസിലെ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനെ തന്നെ ഈ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുമെന്നുമുള്ള സൂചനകളാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും UDF വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അഗസ്റ്റിൻ സഹോദരങ്ങൾ വലിയ രീതിയിൽ പരിഭ്രാന്തിയിലാണ്. അതിനാൽ തന്നെ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാനായി UDFിലെയും നേതാക്കൾക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഭരണകക്ഷി MLAമാർക്കെതിരെയും വരുന്ന ദിവസങ്ങളിൽ റിപ്പോർട്ടർ TVയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കുണ്ടാകുവാനും സാധ്യതയുണ്ട്. UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കങ്ങൾ അഗസ്റ്റിൻ സഹോദരങ്ങളെന്ന റിപ്പോർട്ടർ TV ഉടമകളെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളും ഇവർക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. പ്രധാനമായും രാജീവ് ചന്ദ്രശേഖറും NDA ഘടകകക്ഷിയായിട്ടുള്ള 2020യുടെ ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബും നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ റിപ്പോർട്ടർ TVയുടെ ലൈസൻസിനെ തന്നെ ബാധിക്കുവാനിടയുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടർ TVയുടെ നിയമപരമായിട്ടുള്ള രേഖകൾ പ്രകാരമുള്ള ഉടമസ്ഥതയുള്ള കമ്പനിയുമായി അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് ബന്ധമില്ല എന്ന ആക്ഷേപം മറുനാടൻ മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയായും അതുപോലെ തന്നെ 2020യുടെ ചീഫ് കോർഡിനേറ്ററായ സാബു ജേക്കബും ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുമുണ്ട്. സാബു ജേക്കബിൻ്റെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ ഫലപ്രാപ്തിയിലെത്തിയാൽ ആ നിലയിൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ നിന്നും റിപ്പോർട്ടർ TVക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉയർന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി VD സതീശനൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ലീഗിൻ്റെയും എല്ലാം സമ്മർദ്ദം റിപ്പോർട്ടർ TVക്ക് മേൽ വരും ദിവസം ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. എണ്ണി UDF സർക്കാർ കണക്ക് തീർക്കാൻ ഇറങ്ങിയാൽ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ തട്ടിപ്പെല്ലാം പുറത്തു വരുമെന്നും അഗസ്റ്റിൻ സഹോദരങ്ങൾ അധികം വൈകാതെ അഴിക്കുള്ളിലാകുമെന്നും ആത്മാർത്ഥമായി കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും അഗസ്റ്റിൻ സഹോദരങ്ങളെ നോട്ടമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും നാം ഒരു കാര്യം കൃത്യമായി ഓർത്തിരിക്കേണ്ടതുണ്ട്. അധാർമികമായ ഒരു കാര്യവും VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ വ്യാജ വാർത്തകൾ ചമച്ചുകൊണ്ട് ജനങ്ങളുടെ ജനവിധിയെ സ്വാധീനിക്കുവാനുള്ള അവിഹിതമായ ഇടപെടൽ നടത്തിയ അധാർമികമായ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ പോലും അവർ നീങ്ങുന്നില്ല. എന്നാൽ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമകൾ
ഉടമകൾ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ കൊള്ളയടിക്കെതിരെയും അതുപോലെ തന്നെ അവർ ഇടപെട്ട് നടത്തിയ കോടികളുടെ വഞ്ചനകൾക്കെതിരെയും കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിച്ചുകൊണ്ട് സംരക്ഷിക്കുവാനായി ഡോക്ടർ അരുണയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ വരും ദിവസങ്ങളിൽ രംഗത്തിറങ്ങും എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ ഇതിനെ ഒന്നും കൂസുന്ന ഒരു ശൈലിയല്ല നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ന്യൂ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ ഉള്ളത്. അദ്ദേഹം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും, പകരം വീട്ടുക തന്നെ ചെയ്യും. ആത്യന്തികമായി കൊടും കൊള്ളക്കാരായിട്ടുള്ള റിപ്പോർട്ടർ ടിവിയുടെ ഉടമകൾ അഴിക്കുള്ളിൽ ആകുക തന്നെ ചെയ്യും. ഇതാണ് ഒരു ആവറേജ് മലയാളിയുടെ സ്വപ്നം. എൻ്റെയും സ്വപ്നം ഇതാണ്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.